ഞെട്ടിക്കുന്ന ഒരു വമ്പൻ വിജയമാണ് ബി.ജെ.പി. ഇപ്പോൾ അസമിൽ ഉറപ്പിച്ചിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. വിശദമായി പറയുകയാണെങ്കിൽ അസമില് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. എല്ലാ രീതിയിലും ഒരു തൂത്തുവാരൽ വിജയത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മെയ് 2-ാം തീയതി അതോടൊപ്പം തന്നെ മെയ് 8-ാം തീയതി 2 ഘട്ടങ്ങളിലായിട്ട് നടന്ന തെരഞ്ഞെടുപ്പ്, അതിന്റെ റിസൾട്ട് 11-ാം തീയതിയാണ് വരുന്നത്. പക്ഷേ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ ബി.ജെ.പി. തൂത്തുവാരുന്ന ഒരു വിജയം നേടുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിന് കാരണമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ബി.ജെ.പി. എല്ലാ തരത്തിലും എതിരില്ലാതെ വിജയിച്ച സീറ്റുകളുടെ എണ്ണത്തിലുള്ള ആ ഒരു വർധനവ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഭാരതീയ ജനതാ പാർട്ടി ബി.ജെ.പി. നയിക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് (NDA) വോട്ടെടുപ്പിന് മുമ്പ് തന്നെ ഗണ്യമായ ലീഡാണ് ഇപ്പോൾ അവിടെ നേടിയിട്ടുള്ളത് തന്നെ. അതായത് 37 ജില്ലാ പരിഷത്ത് സീറ്റുകളിൽ ബി.ജെ.പി. 35-ഉം ആസോം ഗണ പരിഷത്ത് AGP 2-ഉം എതിരില്ലാതെ നേടി. ഇതുകൂടാതെ 288 അജാലിക് പഞ്ചായത്ത് സീറ്റുകളിൽ ബി.ജെ.പി. 259 സീറ്റും നേടി. AGP 29 സീറ്റും നേടി. അങ്ങനെ ഭൂരിഭാഗം സീറ്റുകളിലും ബി.ജെ.പിയുടെ ഒരു വലിയ തോതിലുള്ള മുന്നേറ്റം, അതായത് NDAയുടെ ഒരു വലിയ തോതിലുള്ള മുന്നേറ്റമാണ് അവിടെ കാണാനിടയായത്. കോൺഗ്രസിനാണെങ്കിൽ പേരിന് പോലും ഒരു നേട്ടമുണ്ടാക്കാനായിട്ട് അസമിൽ സാധിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെ. അതായത് എതിരില്ലാതെയാണ് ബി.ജെ.പി. ഇത്രയും സീറ്റുകൾ അവിടെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ തന്നെ നേടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള സീറ്റുകൾ, അതിൻ്റെ അന്തിമ ഫലം 11-ാം തീയതി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ സമയത്ത് തീർച്ചയായിട്ടും ബി.ജെ.പി. ആ സീറ്റുകളിൽ ഭൂരിഭാഗവും നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ബി.ജെ.പി. 300-ലധികം സീറ്റുകൾ വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റുകൾ, ആ സീറ്റുകൾ കൂടി ബി.ജെ.പി. അതിലും ഭൂരിഭാഗം സീറ്റുകളും നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അത് അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ ബി.ജെ.പി. തൂത്തുവാരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. ബി.ജെ.പി. പ്രതീക്ഷിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. അതായത് വോട്ടെടുപ്പ് നടന്ന സ്ഥലങ്ങളിൽ, പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ബി.ജെ.പിക്ക് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ ജനങ്ങളും ബി.ജെ.പിക്കൊപ്പം നിൽക്കുന്ന തരത്തിലോട്ടാണ് ഈ ഒരു അസം തെരഞ്ഞെടുപ്പിനെ ബി.ജെ.പി. കാണുന്നത്. ഇത്തവണത്തെ അസമിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രധാന വശങ്ങളിലൊന്ന് പ്രചാരണങ്ങളുടെ തീവ്രതയാണ്. ഇത് ഒരു മെഗാ തെരഞ്ഞെടുപ്പായി മാറുന്നു എന്നും സൗത്ത് കാംരൂപ് ജില്ലയിലെ പ്രാദേശിക നേതാക്കൾ ആയിരക്കണക്കിന് വോട്ടർമാരെ സംഘടിപ്പിച്ചു എന്നും അവർക്ക് വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിഞ്ഞു എന്നും അസമിലെ സംസ്ഥാന ക്ഷണിതാവ് ഹിമാങ്ഷു ശേഖർ ബൈശ്യ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ കണ്ട ജനക്കൂട്ടവും യോഗത്തിൽ പങ്കെടുത്ത ആളുകളും ഏകദേശം 15,000-ലധികം പേരായിരുന്നു എന്നും അതിനാൽ ആളുകളുടെ മാനസികാവസ്ഥ കണ്ടപ്പോൾ ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുമെന്ന് പറയാൻ കഴിയുമെന്നും ഇത് ഞങ്ങളുടെ ജില്ലയിൽ മാത്രമല്ല മുഴുവൻ അസമിലുമുണ്ട് എന്നും ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ബി.ജെ.പി. ഇപ്പോൾ അസം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ റിസൾട്ടിനായി കാത്തിരിക്കുന്നത് തന്നെയും. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത്, റിസൾട്ട് വരുന്നതിന് മുന്നേ, തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നേ തന്നെ 300-ലധികം സീറ്റുകൾ ബി.ജെ.പി. അവിടെ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളിലും ബി.ജെ.പിക്ക് ഭൂരിഭാഗം സീറ്റുകളിലും വിജയിക്കാനായിട്ടുള്ള സാധ്യത തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോഴത്തേക്കും അവിടെ കോൺഗ്രസിന് കനത്ത തിരിച്ചടി ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു റിസൾട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കനത്തൊരു പ്രഹരത്തിലേക്ക് കാര്യങ്ങൾ മാറും. അസമിൽ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെ ബി.ജെ.പിക്ക് ഇതൊരു വലിയ നേട്ടമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അസം റിസൾട്ട് ബി.ജെ.പിക്ക് അനുകൂല ഘടകമായിട്ട്, അതായത് ഒരു തൂത്തുവാരുന്ന ഘട്ടത്തിലേക്ക് തന്നെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോഴത്തേക്കും ബി.ജെ.പിക്ക് അനുകൂല ഘടകമായി മാറുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്ഷീണമായി മാറുമെന്നുള്ളതും ഉറപ്പാണ്.